എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുരുകേഷ് മാത്യു ആണ്. ഞാൻ ഡെപ്യൂട്ടി കമാൻഡൻ്റായിട്ട് പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് അതിനുമുമ്പ് ഞാൻ കേരള പോലീസിന് വേണ്ടി ഏകദേശം 18 കൊല്ലത്തോളം ഫുട്ബോൾ കളിച്ചു. അതിനുശേഷമാണ് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടക്കുന്നത്. ഏകദേശം 36 കൊല്ലത്തോളം ഞാൻ കേരള പോലീസിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സേവനകാലത്തിൽ ഉടനീളം നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡല് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ സബ് ജൂനിയർ, ജൂനിയർ അങ്ങനെ പല ഏജ് ഗ്രൂപ്പിൽ സ്റ്റേറ്റിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. സബ് ജൂനിയറിൻ്റെ സ്റ്റേറ്റ് ക്യാപ്റ്റനായിട്ടുണ്ട്. അന്ന് കേരളം ആസാമുമായിട്ട് ഫൈനലിൽ ജോയിൻറ്റ് വിന്നേഴ്സായി. ആ വർഷത്തെ ഏറ്റവും നല്ല കളിക്കാരനുള്ള AS കൃഷ്ണയ്യർ ഗോൾഡ് മെഡല്, കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഗോൾഡ് മെഡൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ജൂനിയർ തലത്തിൽ കേരള സ്റ്റേറ്റ് ജൂനിയർ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ 2 വർഷം ഞാൻ കളിച്ചിട്ടുണ്ട്. അങ്ങനെ സബ് ജൂനിയർ, ജൂനിയർ, അതിനുശേഷമുള്ള ഇതാണ് സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത്. അതിൽ ഏകദേശം 10 കൊല്ലത്തോളം കളിച്ചു. കേരള പോലീസിന് വേണ്ടി ഏകദേശം ഞാൻ 18 കൊല്ലത്തോളം കളിച്ചു. കേരള പോലീസിനെ ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട്. സന്തോഷ് ട്രോഫിയിൽ ഞാൻ ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട്. കേരള പോലീസ് എന്ന് പറയുന്ന അവിടെ ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസ് വിൻ ചെയ്യുക എന്നുള്ളതാണ് കേരള പോലീസിൻ്റെ ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങൾ 2 വർഷം ഞങ്ങളുടെ താരനിമിടമായ BP സത്യൻ, IM വിജയൻ, ഷറഫ് അലി, തോബിയാസ്, KT ചാക്കോ, അതുപോലെ ലിസ്റ്റൺ, PT മെഹബൂബ്, അങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന കളിക്കാർ എല്ലാം ഉണ്ടായിരുന്ന ഒരു താരനിബിഡമായ ഒരു ടീമായിരുന്നു ഞങ്ങളുടേത്. ആ സമയത്ത് ഞങ്ങളുടെ ആ കേരള പോലീസിൻ്റെ ആ മികവ് കൊണ്ടാണ് ആ സമയങ്ങളിൽ അടുപ്പിച്ച് നമ്മൾ കേരളം സന്തോഷ് ട്രോഫിയിൽ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ ഞാൻ കളിച്ച് വളർന്നു വന്നത് ഇവിടെ സെൻറ് മേരീസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്കൂളുണ്ട് കിഴക്കേത്തെരുവ്, എൻ്റെ വളരെ അടുത്ത സ്ഥലത്ത്. ആ സമയത്തൊക്കെ ഫുട്ബോളുമായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് ഒരു ബോൾ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ അപൂർവമാണ്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ആ സമയത്ത് കേരള സ്പോർട്സ് ഡിവിഷൻ കേരളത്തിലെല്ലായിടത്തും തിരുവനന്തപുരത്ത് GV രാജ സ്പോർട്സ് സ്കൂള്, അതുപോലെ ചങ്ങനാശ്ശേരി NSS ഹൈസ്കൂളുണ്ട്, കുന്നംകുളത്തുണ്ട്, കണ്ണൂരുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും സ്പോർട്സ് ഡിവിഷനുകളുണ്ട്. അതിലെ സെലക്ഷന് വേണ്ടി ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 3-4 പേര് പോയി. അതിലെനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് കിഴക്കേത്തെരുവ് സെൻറ് മേരീസ് സ്കൂളിൻ്റെ പ്രതിനിധിയായി ഞാൻ NSS ഹൈസ്കൂൾ ചങ്ങനാശ്ശേരിയിൽ പഠിച്ചു. അവിടെ ഏകദേശം 3 കൊല്ലത്തോളം 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് അങ്ങനെ കളിച്ച് ജയിച്ച് അതിൽ നിന്നാണ് ചങ്ങനാശ്ശേരി NSS ഹൈസ്കൂളിലാണ് ഞാൻ ഫുട്ബോൾ കളിച്ച് കുറെ കൂടെ സ്കില്ലുകളും കളിയുടെ ടെക്നിക്കുകളൊക്കെ പഠിച്ച് അവിടെ രഞ്ജി K ജേക്കബ് എന്ന് പറയുന്ന ഒരു കോച്ചുണ്ട്, പിന്നെ G ജോസഫ് എന്ന് പറഞ്ഞ കോച്ചുണ്ട്. അവരെല്ലാം വളരെ നന്നായി നമുക്ക് ഫുട്ബോൾ കളിക്കുക എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ കഴിയും. പക്ഷെ അതിൻ്റെ ബാലപാഠങ്ങൾ, എങ്ങനെ അടിക്കണം, എങ്ങനെ പാസ് ചെയ്യണം, എങ്ങനെ ബോൾ ഷൂട്ട് ചെയ്യണം, അത് പിന്നെ നമ്മുടെ സ്റ്റാമിന, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈനംദിനമായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ടാണ് ഞാൻ സ്പോർട്സ് ഡിവിഷനിലൂടെ ചങ്ങനാശ്ശേരി സ്പോർട്സ് ഡിവിഷനിലൂടെ പിന്നെ അതിനുശേഷം MES മമ്പാട് കോളേജിലെ സ്പോർട്സ് കോളേജിലേക്ക് MES കോളേജ് മമ്പാട്
ആ കോളേജിൽ അടുത്ത സെലക്ഷൻ കിട്ടി. അങ്ങനെ അവിടെ കളിച്ചതിന് ശേഷമാണ് ഞാൻ അടുത്ത തലത്തേക്ക് അവിടെ മലപ്പുറത്ത് തന്നെ സാന്റോസ സോക്കർ എന്നൊക്കെ ഉള്ള ക്ലബിൽ കളിച്ചു. അവിടെ നിന്ന് ഞാൻ നേരെ കണ്ണൂർ ലക്കി സ്റ്റാർ ക്ലബിലേക്ക് കളിക്കാൻ പോയി. അവിടുന്ന് ഞാൻ കളിച്ചു. ലക്കി സ്റ്റാർ കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഉള്ള കെൽട്രോൺ ക്ലബുണ്ട്. ആ കെൽട്രോൺ ക്ലബിൽ കയറുകയും അവിടെ എനിക്ക് കെൽട്രോണിൽ അവിടുത്തെ കെൽട്രോൺ ഫുട്ബോൾ ടീമിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. അവിടെ ജോലിയും കിട്ടി. അവിടെ ഒരു കൊല്ലം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേരള പോലീസുമായിട്ടൊരു കളി വരുന്നു. അവരുമായിട്ട് കളിച്ച് അതിൽ നല്ല പ്രകടനം കാഴ്ച വെച്ചതിനനുസരിച്ച് MK ജോസഫ് സാറ് എന്നെ സ്പോട്ട് ചെയ്ത് അങ്ങനെയാണ് ഞാൻ പോലീസിലേക്ക് വരുന്നത്, കേരള പോലീസിലേക്ക്. അന്ന് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറായിട്ടാണ് ഞാൻ പോലീസിൽ ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ കഴിയാത്ത ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കളികൾ പല സന്തോഷ് ട്രോഫി 7-8 കൊല്ലം ഞങ്ങൾ ഫൈനലിലെത്തി തോറ്റു പോവുകയാണ്. അതിനുശേഷമാണ് ഞങ്ങൾ കോയമ്പത്തൂർ വന്ന് വിൻ ചെയ്യുന്നു, പിന്നെ ഫെഡറേഷൻ കപ്പ് വിൻ ചെയ്യുന്നു. അത് 90, 91, 92, 93 കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം തോൽവി, ഫൈനലിലെത്തുക തോക്കുക, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ സന്തോഷ് ട്രോഫി വിൻ ചെയ്യുന്നു, ഫെഡറേഷൻ കപ്പ് വിൻ ചെയ്യുന്നു. അതെല്ലാം പിന്നെ അത് അങ്ങനെ ഞാൻ ഫെഡറേഷൻ കപ്പ് ആദ്യമായിട്ട് ഞങ്ങൾ വിൻ ചെയ്ത സമയത്തായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിൻ ചെയ്ത സമയത്ത്, ഞങ്ങൾ സൽഗോക്കറിനെ തോൽപ്പിച്ച സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി നായനാരായിരുന്നു. അദ്ദേഹം എന്നെ ഫോണിൽ കൂടെ വിളിച്ച്, ആ സമയത്ത് മൊബൈലൊന്നും ഇല്ല, ലാൻഡ് ഫോണിൽ പോയി അറ്റൻഡ് ചെയ്തു. നിങ്ങൾ കളി കഴിഞ്ഞ് എല്ലാവർക്കും വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു. ഇത് നേരെ അങ്ങ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ക്യാബിനിൽ വരണം പിറ്റേ ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് എല്ലായിടവും സ്വീകരണവും ഒക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ കണക്ക് 93 ഞങ്ങൾ മഹാരാഷ്ട്രയായിട്ട് വിൻ ചെയ്യുന്ന സമയത്ത് പിറ്റേ ദിവസം കേരളത്തിൽ കംപ്ലീറ്റ് ലീവാണ്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകൾക്കെല്ലാം അവധിയാണ്, ഒരു ദിവസത്തെ അവധി. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും കേരളം ആ ഫൈനലും നമ്മളുടെ ആ അന്നത്തെ വിജയത്തെ എത്രത്തോളം ആത്മാർത്ഥമായിട്ടും വളരെ ഇതായിട്ടും കാണുന്നു എന്ന് എനിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അന്ന് ഫെഡറേഷൻ കപ്പ് വിൻ ചെയ്ത സമയത്ത്, ആ സമയത്താണ് എൻ്റെ എനിക്കൊരു മോളുണ്ടാവുന്നത്. അന്നേരം ആ മോൾക്ക് ഞാനന്ന് ഫെഡ്രീന എന്ന് പേരിട്ടു. അവള് ഇപ്പം സ്പെയിനിലാണ്, അവൾ ഡോക്ടറാണ്. അപ്പോൾ അവളുടെ പേര് ഞാൻ ഫെഡ്രീന എന്നിട്ടു. അപ്പോൾ എനിക്ക് ആ കളി ഞങ്ങൾക്ക് ആ കിട്ടിയ വിന്നിങ് എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും അതൊരു ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി. അത് ഇനി കാലങ്ങൾ കഴിഞ്ഞാലും ആ ഫെഡ്രീന എന്നുള്ള പേര് അങ്ങനെ തന്നെ എഴുതിയിരിക്കും. ഇതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഏത് മനുഷ്യനും ഉന്നതികളിലെത്താം, പക്ഷേ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം, ദൈവവിശ്വാസം വേണം, അതുപോലെ നമ്മൾ ഒത്തൊരുമ വേണം. എന്നാൽ മാത്രമേ അവിടെ വിജയം ഉണ്ടാവൂ. അങ്ങനെ ഒത്തൊരുമയുള്ളിടത്താണ് വിജയം കണ്ടിട്ടുള്ളത്. കേരള പോലീസ്, അത് ഫുട്ബോൾ ടീം അതിനൊരു ഉദാഹരണമാണ് എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. നമ്മുടെ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, നമ്മളുടെ സ്വഭാവം, നമ്മുടെ ഡിസിപ്ലിനായിട്ടുള്ള നമ്മുടെ ലൈഫ്, നമ്മുടെ മാതാപിതാക്കൾ ആണ് നമ്മളുടെ ദൈവം, കാണപ്പെടുന്ന ദൈവം. അവരുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മളെ വളർത്തിക്കൊണ്ടുപോകുന്നു. അതിനനുസരിച്ച് അവരോട് ചേർന്ന് നമ്മൾ ജീവിച്ചാൽ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഏത് ഫീൽഡിലായാലും നമുക്കൊരു ഉയർച്ച വരണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ, അത് കഴിഞ്ഞ് ഗുരുക്കന്മാർ, കഠിനാധ്വാനം,
നമ്മൾ ഒരു കാര്യം വീണ്ടും വീണ്ടും നമ്മൾ കഠിന അധ്വാനം ചെയ്യുക. പിന്നെ അത് കണക്ക് ഒരു ടീമായിട്ട് നമ്മൾ പ്രവർത്തിക്കും. കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ടീമായിട്ട് നമ്മൾ ഏത് ഫീൽഡിൽ ചെന്നാലും, ഇപ്പോൾ ക്ലാസ്സിൽ ചെന്നാലും തന്നെ നമ്മൾ ഒരു പ്രത്യേകമായിട്ട് മാറി നിൽക്കുമല്ലോ. അവിടുത്തെ സാഹചര്യം അനുസരിച്ച് അതിനോട് ചേർന്ന് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്കും നമ്മുടെ സമൂഹത്തിനും നല്ലത്. അന്യോന്യം ബഹുമാനിക്കുക, അന്യോന്യം സ്നേഹിക്കുക, നമ്മൾ മനുഷ്യത്വം നഷ്ടപ്പെടാതെ. അതിപ്പോൾ എല്ലാം ഞാൻ എൻ്റെ ഉയർച്ച എന്ന് പറയാതെ നമ്മൾ പൊതുവെ ഞാനും ഉയരുക, അതോടൊപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവരും വളർന്നു വരിക. അപ്പോൾ അതിനു വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക, നല്ല അധ്വാനിക്കുക, വീണ്ടും വീണ്ടും നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതാണ്, സമൂഹത്തിൽ നിന്ന് കിട്ടുന്നതാണ്. എങ്കിലും നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കുകയും കരുതുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ ഇന്നല്ലേ നാളെ നമ്മളൊരു ഉയർച്ചയിലെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ പോസ്റ്റിലിരിക്കാൻ അത്ര വിദ്യാഭ്യാസമുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഫുട്ബോൾ എന്നുള്ള ഒരു കരിയറിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാം. നിങ്ങൾ ഓരോരുത്തർക്കും, എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.